ഹായ് ഹലോ. എന്നും രാവിലെ എഴുന്നേറ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്നെനിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കാരണം ഇന്നലെ തൊട്ടേ മനസ്സിൽ കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ. എനിക്കങ്ങനെ ഒരു സംഭവമുണ്ട്, പ്ലാൻ ചെയ്യാൻ നിന്നാൽ ഇരുന്ന് പ്ലാൻ ചെയ്തു പോകും. അപ്പോൾ ആ പ്ലാനിങ് വരച്ചും തിരിച്ചും മറിച്ചും ഗുണിച്ചും ഒക്കെ ഇന്നലെ രാത്രി മുഴുവനവും നോക്കി. എന്താവും അതിൻ്റെ റിസൾട്ട്, എങ്ങനെയാവും അതിൻ്റെ റിസൾട്ട് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ പലർക്കും എന്നോട് ഫോട്ടോ മേടിക്കണം എന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോട്ടോയുടെ പ്രൈസ് പലർക്കും അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? എനിക്കിപ്പം എന്തായാലും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ മെറ്റീരിയലിൽ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം മെറ്റീരിയൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ 3mm ഉള്ളത് നമുക്ക് 2mm ആക്കാം, 1.25 ഉള്ളത് നമുക്ക് 1/2 ഇഞ്ചാക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്താക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു നേരം വെളുക്കോളും. ഒടുക്കം എനിക്ക് അതിനൊരു മറുപടി കിട്ടി. ആ മറുപടി ഞാൻ നിങ്ങൾക്കൂടെയും കാണിച്ചു തരാം. ആ മറുപടിയാണ് ഈ കിടക്കുന്നത്. കർത്താവ് എങ്ങനെ കാണുമോ? കാണിച്ചു തരാവേ. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കാണുള്ളൂ. അതിൻ്റെ മറുപടിയാണ് ഈ കിടക്കുന്നത്. ഈ കിടക്കുന്നത് എന്താ അത്ര വലിയ മറുപടി എന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? ഇത്രയുള്ളൊരു ഷീറ്റിൻ്റെ മുകളിലാണ് ഞാൻ 5000-ൻ്റെ ഒരു ഫോട്ടോ വരയ്ക്കാറ്. അതിൻ്റെ പകുതിൻ്റെ മുകളിൽ കുഞ്ഞായിട്ട് ഞാനൊരു കണ്ണനെ വരച്ചു. അത് പകുതി കട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ A4 സൈസ് ഉണ്ടല്ലോ, A4 സൈസിലാണ് ഇതിപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത്. എപ്പോഴും ഉള്ളതിൻ്റെ കണ്ണൻ്റെ പകുതി കണ്ണൻ കാണിച്ചു തരാം. കുറച്ചും കൂടി വിശദീകരിച്ച് കാണിച്ചു തരാം. വെയിറ്റ്. ഇതാണ് ഞാൻ വരയ്ക്കുന്ന കണ്ണൻ. ഇത് 5000-ൻ്റെ. അതെങ്ങനെയാക്കിയെടുത്ത് ഇത്രമേൽ ചെറുതാക്കിയെടുത്തു. അങ്ങനെയുള്ള മാറ്റമാണ് ഞാൻ കൊണ്ടുവന്നത്. അതിപ്പം എത്ര എമൗണ്ട് കൊടുക്കുക, എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ എനിക്കത് ഫിനിഷ് ചെയ്തതിന് ശേഷം കളറിൻ്റെയും 3D ഗോൾഡിൻ്റെയൊക്കെ ഇത് കണക്കെടുത്തതിന് ശേഷം എനിക്ക് എത്ര പൈസക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും 5000-ൻ്റെ ആ ഒരു റേഞ്ചൊന്നുമല്ല, അതിലേക്കും എത്രയോ മാറ്റം ഉണ്ടാവും. എത്ര ദിവസം കൊണ്ടാണ് എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഫോട്ടോക്ക് പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ശരിക്കും പറയാച്ചാൽ എൻ്റെ കണ്ണൊക്കെ ഇപ്പോൾ ഇറുകിക്കിടക്കാൻ, ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. കാരണം ഇങ്ങനെ ആലോചിക്കുക, എന്താണ് എല്ലാവരിലേക്കും ഫോട്ടോ എത്തിക്കണം, എല്ലാവർക്കും ഫോട്ടോ വേണം. പക്ഷേ പലർക്കും, പാവപ്പെട്ട പലർക്കും ഇത് പ്രൈസ് കൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. അപ്പോൾ അവരെ എങ്ങനെ ഇതിൽ നിന്നും ഇതിലേക്ക് എന്താ പറയുക, ഇതിൽ നിന്നും ഇങ്ങനെ സന്തോഷിപ്പിച്ച് കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്താഗതി. ആ ചിന്താഗതി ഒരു രാത്രി എനിക്ക് ഉറക്കം വയ്ക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും രാവിലെ 12:30 കണ്ടായി ഇപ്പോഴേക്കും ഞാനത് ഫിനിഷ് ചെയ്ത് എടുത്തു. ചെറുത് വരയ്ക്കുമ്പോൾ ഭയങ്കര റിസ്ക് പരിപാടിയാണ്, വലുത് വരയ്ക്കുമ്പോൾ ഭയങ്കര ഈസി പരിപാടിയാണ്. ഏതായാലും ചെറുതൊന്ന് പെയിൻറ്റും കൂടി ചെയ്ത് ഫ്രെയിമും കൂടി ചെയ്ത് നോക്കി ഫൈനലി എത്ര രൂപക്ക് തരാൻ പറ്റും എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഓക്കേ, ടാറ്റാ.